ഇതാണ് നമ്മുടെ വെരിലോഗിൻ്റെ സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കിയിരിക്കുന്നതാണിത്. അതിൽ എങ്ങനെയാണ് ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിന് മുന്നേ വെരിലോഗ് എന്ന് പറഞ്ഞാൽ ഒരു ഹാർഡ്വെയർ ഡിസ്ക്രിപ്റ്റീവ് ലാംഗ്വേജ് ആണ്. ഹാർഡ്വെയർ ഡിസ്ക്രിപ്റ്റീവ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കൊരു ഫിസിക്കലി നമ്മൾ വയസ്സ് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണോ ഒരു സർക്യൂട്ട് ബിഹേവ് ചെയ്യുന്നത് ആ രീതിയിൽ നമുക്ക് സിമുലേഷൻ പോസിബിൾ ആണ്. അതായത് ഡയറക്റ്റ് നമ്മൾ അതുകൂടാതെ തന്നെ നമുക്ക് ഇതിനെ ഡയറക്റ്റ് ഹാർഡ്വെയർസിലേക്ക് പേസ്റ്റ് ചെയ്യാനുള്ള അതിലേക്ക് ബിൽഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പം അതാണ് HDLs എന്ന് പറഞ്ഞാൽ. അപ്പം അതിൽ പലതരത്തിലുള്ള HDL ഉണ്ട്. മെയിനായിട്ട് നമ്മൾ പഠിക്കുന്നത് വെരിലോഗ് HDL ആണ്. അപ്പം അതിൽ എങ്ങനെയാണ് ഒരു സിമ്പിൾ പ്രോഗ്രാം എങ്ങനെ റൈറ്റ് ചെയ്യുന്നത് നോക്കാം. പിന്നെ നമ്മളൊരു HDL പ്രോഗ്രാം റൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പല മെത്തേഡ്സിൽ പ്രോഗ്രാം റൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഗേറ്റ് ലെവൽ പ്രോഗ്രാമിങ്, പിന്നെ ഡാറ്റ ഫ്ലോ മോഡലിങ്, പിന്നെ ബിഹേവിയർ മോഡലിങ്. അങ്ങനെ 3 ടൈപ്പിൽ നമുക്ക് ഒരു വെരിലോഗ് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി പറ്റും. അതിനകത്ത് ഗേറ്റ് ലെവൽ മോഡലിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമുക്ക് കുറേ ഗേറ്റ്സിൻ്റെ പ്രീഡിഫൈൻഡ് ആയിട്ടുള്ള ഗേറ്റ്സിൻ്റെ കുറേ കീവേഡ്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ ആൻഡ് എന്ന് പറഞ്ഞാൽ ആൻഡ് ഗേറ്റ് അവിടെ ബിഹേവ് ചെയ്യും. ഇപ്പോൾ എക്സോർ എന്ന് കൊടുത്താൽ എക്സോർ ഗേറ്റ് അവിടെ ബിഹേവ് ചെയ്യും. അപ്പോൾ ആ രീതിയിൽ കുറേ പ്രീഡിഫൈൻഡ് കീവേഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ ഗേറ്റ് വെച്ചിട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്യുവാണെങ്കിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഒരു ഫുൾ ആർഡറിൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ 2 എക്സോർ ഗേറ്റും ഒരു ആൻഡ് ഗേറ്റും ഉള്ള ഡയറക്റ്റ്ലി എക്സോർ ഗേറ്റും ആൻഡ് ഗേറ്റും നമ്മൾ യൂസ് ചെയ്ത് ചെയ്യുവാണെന്നാണ് നമ്മൾ പറയുന്നത് ഗേറ്റ് ലെവൽ മോഡലിംഗ്. ഇനിയിപ്പോൾ ഇതിന് തന്നെ ഡാറ്റ ഫ്ലോ മോഡലിംഗ് ഉണ്ട്. ഡാറ്റ ഫ്ലോ മോഡലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ടിലേക്ക് എങ്ങനെ എത്തുന്നു ആ ഒരു ഫ്ലോ വെച്ചിട്ടുള്ള നമുക്ക് പ്രോഗ്രാം റൈറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ പറയുന്നത് നമ്മൾ ബിഹേവിയർ മോഡലിംഗ്. അതിൽ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന അതിൻ്റെ അൽഗോരിതം, പിന്നെ അതിൻ്റെ നമ്മളൊരു ലോജിക്കലി അതിനെ നമ്മൾ ആ ഒരു പ്രോഗ്രാമിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ അപ്രോച്ച് ചെയ്യും, എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ പ്രോഗ്രാം എഴുതും. അപ്പോൾ അങ്ങനെ 3 തരത്തിലുള്ള പ്രോഗ്രാമിങ്സ് ആണുള്ളത്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്താണെന്നുള്ള കാര്യം 2 ഡോക്യുമെന്റ്സ് ഷെയർ ചെയ്യുന്നുണ്ട്, അത് 2ലും എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് 2 നിങ്ങൾ നോക്കിയാൽ അത് മനസ്സിലാവും. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്കിപ്പോൾ വെറുതെ ഒരു ആൻഡ് ഗേറ്റ് എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യുന്നതെന്ന് നോക്കാവേ. ആൻഡ് ഗേറ്റ് പ്രോഗ്രാം ചെയ്യുന്നത് നമ്മൾ ആദ്യം നെയിം ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ കൊടുത്തു ഏതാ നമ്മൾ യൂസ് ചെയ്യുന്നത്, HDL ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. നെക്സ്റ്റ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ പല FPGAs അവൈലബിൾ, അതിൽ ഏതാണ് ഡിവൈസ് എന്നൊക്കെ നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കണം. അതൊന്നും ഇപ്പം നമ്മുടെ കൺസേണിൽ വരുന്ന കാര്യമല്ല, കാരണം നമ്മുടെ ഹാർഡ്വെയറിലല്ലോ. ഇനി ഇതിനെ നെക്സ്റ്റ് കൊടുത്തിട്ട് ഫിനിഷ് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്കിത് ഇങ്ങനൊരു സെറ്റപ്പ് കിട്ടും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ സോഴ്സ് കൊടുക്കുക. ന്യൂ സോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഇറ്റ്സ് എ വെരിലോഗ് മോഡ്യൂൾ. വെരിലോഗ് മോഡ്യൂൾ നമുക്ക് ഒരു A എന്ന് പറഞ്ഞില്ലെങ്കിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം കൊടുക്കാം. ആൻഡ് ഗേറ്റ് വെറുതെ ഒന്ന് നോക്കാം. ആൻഡ് ഗേറ്റ് അപ്പം നമുക്ക് എത്ര ഇൻപുട്ട് ഉണ്ട് ഔട്ട്പുട്ട് ഉണ്ടെന്ന് അവരാദ്യം ചോദിക്കും. എത്ര ഇൻപുട്ടാണ് നമുക്കുള്ളത് ഒരു ആൻഡ് ഗേറ്റിന്? നമുക്ക് 2 ഇൻപുട്ട് ആൻഡ് ഗേറ്റ് ചെയ്യാം. അപ്പം നമുക്ക് ഇൻപുട്ടാണ് A, B. 2 ഇൻപുട്ട് കൊടുക്കാം. ഔട്ട്പുട്ട് നമുക്ക് ഔട്ട് എന്നെടുക്കാം. അത് അവിടെ ചൂസ് ചെയ്തിട്ട് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞ് കൊടുക്കുക. നെക്സ്റ്റ്. അപ്പം നമുക്ക് 2 ഇൻപുട്ട് പിന്ന് വന്നു. ടോട്ടലി 3 പിന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ A എന്ന് പറയുന്ന പിന്ന് ഇൻപുട്ടാണ്, B എന്ന് പറയുന്ന പിന്ന് ഇൻപുട്ടാണ്, ഔട്ട് എന്ന് പറയുന്ന പിന്ന് ഔട്ട്പുട്ടാണ്. ഇത്രയും കാര്യം നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുത്തു. ഇനി ഫിനിഷ് കൊടുക്കാം. ഇത് ഫിനിഷ് ആയി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇങ്ങനെ ഒരു സാധനം ജനറേറ്റ് ആയി വരും. പക്ഷെ നിങ്ങൾ എക്സാമിന് ഇത് നിങ്ങൾ തന്നെ എഴുതേണ്ടി വരും. അതായത് ഈ മോഡ്യൂൾ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ വെരിലോഗ് പ്രോഗ്രാമിൽ നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് മോഡ്യൂൾ എന്ന് പറയുന്ന ഒരു കീവേഡ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതാൻ വേണ്ടി പോകുന്ന ആ പ്രോഗ്രാമിന് ഒരു മൊഡ്യൂൾ നെയിം കൊടുക്കുകയാണ്. മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഒരു വെരിലോഗ് പ്രോഗ്രാമിൻ്റെ ഒരു ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം അതുപോലെ തന്നെ ഈ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ മൊഡ്യൂൾ അതിൻ്റെ സ്പേസ് കഴിഞ്ഞിട്ട് ഒരു മൊഡ്യൂൾ നെയിം ഉണ്ടാകണം. അത് കഴിഞ്ഞ് അതിൻ്റെ ബ്രാക്കറ്റിൽ നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട്സ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കൊടുക്കുക. ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം ഇൻപുട്ട് A, B. അത് നമ്മൾ ഇൻപുട്ടിൽ മറ്റേടത്ത് നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ ഇൻപുട്ടിൽ A, B എന്ന് ഇട്ടിട്ട് നമ്മൾ ഇൻപുട്ടിന് കൊടുത്തിരുന്നെങ്കിൽ ഇൻപുട്ട് A, B എന്ന് ഇവിടെ വന്നേനെ. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഔട്ട് വന്നേനെ.
ഇപ്പം നമ്മൾ അവിടെ കൊടുത്തത് ഒരു ഇൻപുട്ട് എ കൊടുത്തു, ഒരു ഇൻപുട്ട് ബി കൊടുത്തു, അത് കഴിഞ്ഞ് ഒരു ഔട്ട് കൊടുത്തു. അതുകൊണ്ട് ഇത് ഇങ്ങനെ വന്നു. ഇനിയിപ്പോൾ അവിടെ നമ്മൾ വേറെ രീതി ചെയ്യണേ അങ്ങനെ വരും. ഇപ്പം നിങ്ങൾ പ്രോഗ്രാം എക്സാമ്പിൾസ് എടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ ഇൻപുട്ട് എ കോമ ബി എന്ന് ഒരുമിച്ച് ഉണ്ടാവും, ഔട്ട്പുട്ട് എല്ലാം കുറേ ഔട്ട്പുട്ട്സ് ഒരുമിച്ച് ഉണ്ടാവും. അങ്ങനെ എഴുതിയാലും തെറ്റില്ല, അതും കറക്റ്റ് ഫോമാറ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് ഈ മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്താൽ ഇതിൻ്റെ അകത്തൊരു എൻ മോഡ്യൂളും ഉണ്ടാവും. നമ്മൾ നമ്മുടെ പ്രോഗ്രാം എഴുതേണ്ടത് ഈ ഇടയ്ക്കാം. ഇതിൻ്റെ ഈ എൻ മോഡ്യൂളിൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമ്മൾ പ്രോഗ്രാം എഴുതുന്നത്. നമ്മൾ ഇനി എഴുതാൻ വേണ്ടി പോവാണ്. ഇനിയിപ്പോൾ ഒരു ആൻഡ് എന്ന് പറഞ്ഞൊരു ആൻഡിൻ്റെ എങ്ങനെയാണ് നമ്മൾ ആൻഡ് ഗേറ്റിൻ്റെ വർക്കിംഗ് ആണല്ലോ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആൻഡിന് ഒരു ബ്രാക്കറ്റ് ഇട്ടു. ആദ്യം അവിടെ നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഔട്ട്പുട്ടാണ്. അതായത് നമ്മുടെ ഔട്ട്പുട്ട് എന്താ, ഔട്ട് കോമ ഇൻപുട്ട്സ് എ ബി, എന്നിട്ട് ഇവിടെ നമ്മൾ സെമി കോളനിട്ട് എൻഡ് ചെയ്യണം. ഇത്രയാണുള്ളൂ പ്രോഗ്രാം. ഇനി നമുക്ക് ഈ പ്രോഗ്രാമിന് നമ്മൾ പറഞ്ഞല്ലോ, നമുക്ക് ഫിസിക്കലി വയസ്സ് കൊടുക്കാത്ത രീതിയിൽ നമ്മൾ ഒരു സിമുലേഷൻ സെറ്റപ്പിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോവുക. അപ്പം നമ്മൾ ഫിസിക്കലി നമ്മൾ ഡിഫറെൻറ്റ് ഇൻപുട്സ് നമ്മൾ കൊടുക്കും. അപ്പോൾ ആ ഇൻപുട്സ് കൊടുക്കാൻ വേണ്ടിയിട്ടും ആ ഒരു കണ്ടീഷൻസ് എഴുതാൻ വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് ഒരു ഫയലൂടെ ക്രിയേറ്റ് ചെയ്യണം. ദാറ്റ്സ് വാട്ട് വി ആർ കോളിങ് ആസ് ടെസ്റ്റ് ബെഞ്ച്. അപ്പോൾ അടുത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഇവിടെ ഒരു പുതിയ ന്യൂ സോഴ്സ് ആണ്. അതെന്ന് പറയുന്നത് വെരിലോഗ് ടെക്സ്റ്റ് ഫിക്സ്ചർ. അതിന് ഫയൽ നെയിം നമ്മളൊക്കെ യൂസ് ചെയ്യുന്നത് ഈ സെയിം ഫയൽ നെയിം യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു TB എന്നൊരു പേരും കൂടെ വരും. അപ്പം നമുക്ക് കൺഫ്യൂഷൻ വരത്തില്ല. കുറേ ഫയൽസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കൊടുത്തു, ഓക്കെ, ഫിനിഷ്. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ടെസ്റ്റ് ബെഞ്ച് ക്രിയേറ്റ് ആയി വരും. ഇതിൻ്റെ ടെസ്റ്റ് ബെഞ്ചിൽ എന്തൊക്കെയാണുള്ളത്? ടെസ്റ്റ് ബെഞ്ചിൽ നമ്മുടെ ഇൻപുട്സ് രജിസ്റ്റർ ആയിട്ടായിരിക്കും വന്നിട്ടുണ്ടാവും. രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മളൊരു ബിറ്റ് സ്റ്റോർ ചെയ്യേണ്ട കേസിൽ വരുമ്പോൾ സ്റ്റോറിങ് ആയിട്ടുള്ള ഒരു എലിമെൻ്റ് ആണ് ഈ റഗ് എന്ന് പറയുന്നത്. പല നമ്മൾ പറഞ്ഞില്ലേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഡലിംഗ്, ഗേറ്റ് ലെവൽ, ബിഹേവിയർ, അങ്ങനെ പറഞ്ഞില്ലേ, വേറെ ടൈപ്പ് മോഡലിങ്ങിലൊക്കെ നമ്മൾ ഔട്ട്പുട്ടിനെ റഗ്ഗായിട്ട് തന്നെ എടുക്കുന്ന കേസസും ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ടെസ്റ്റ് ബെഞ്ച് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യുന്നത് ടെസ്റ്റ് ബെഞ്ചാണ്. അവിടെ നമ്മുടെ ഇൻപുട്സിനെ രജിസ്റ്റർ ആയിട്ടാണ് എടുക്കുന്നത്, ഔട്ട്പുട്ടിനെ വയർ ആയിട്ടാണ് എടുക്കുന്നത്. വയർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു ഇന്റർ കണക്ഷൻ ആണ് അത്. അപ്പം അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. ഇനി ഇതിൽ ഒരു ടെസ്റ്റ് ബെഞ്ചിനെ ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് വരിക, ആദ്യം നമ്മൾ നമ്മുടെ ടെസ്റ്റ് ബെഞ്ചിൻ്റെ പേര് വന്നു, പിന്നെ അതിൻ്റെ അകത്ത് യൂണിറ്റ് അണ്ടർ ടെസ്റ്റ് എന്നുള്ള ഇത് വന്നു, ബ്രാക്കറ്റിൽ .a of a, അതായത് നമ്മുടെ ഇൻപുട്ട് പോർട്സ്, ഔട്ട്പുട്ട് പോർട്ട്, അതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വരും. ഇങ്ങനെയാണ് ഒരു ടെസ്റ്റ് ബെഞ്ചിൻ്റെ ഇൻസ്റ്റാൻഷിയേഷൻ നടക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ എന്താ കൊടുക്കുക, ഡിഫറെൻറ്റ് ഇൻപുട്സും ഔട്ട്പുട്സും ഡിഫറെൻറ്റ് കണ്ടീഷൻസ് വി നീഡ് ടു ചെക്ക്. നമ്മൾ കൊടുക്കേണ്ട ഡിഫറെൻറ്റ് ഇൻപുട്ട് കണ്ടീഷൻസ് ഇവിടെ എഴുതി കൊടുക്കണം. അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോമാറ്റ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, എത്ര ബിറ്റിൻ്റെ നമ്പറാണോ നമുക്ക് ഇവിടെ 1 ബിറ്റ് നമ്പർ കൊടുക്കാം. അത് ഏത് ഫോമാറ്റിലാണ് നമ്മളിവിടെ കൊടുക്കുന്നത്, ബൈനറി ആണ്. കൊടുക്കുന്ന ഇൻപുട്ട് എന്ത്, ഞാൻ കൊടുക്കാൻ വേണ്ടി പോകുന്നത് 0 എന്ന് പറയുന്ന ഒരു ഇൻപുട്ടാണ്. ഇതുപോലെ ഇവിടെ എന്തുണ്ടാവും, ഇവിടെ അടുത്ത് ഞാൻ 0 0 എന്നുള്ളൊരു ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ്. എങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ബൈനറി ആണ് 0. അത് കഴിഞ്ഞൊരു 100 സെക്കൻഡ് ഡിലേ, 100 നാനോ സെക്കൻഡ്, അതായത് ഇതിൻ്റെ ഡിലേ അതിവിടെ ടൈം സ്കെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1 നാനോ സെക്കൻഡ് ആയിരിക്കും ഡിലേ വരിക. അതിൻ്റെ പ്രിസിഷൻ വരുന്ന 1 പൈക്കോ സെക്കൻഡും ആയിരിക്കും. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ചൊക്കെ ആ നോട്ടിലുണ്ട്, അതൊക്കെ റെഫർ ചെയ്യുക കേട്ടോ. ഇനി ഇതേ കണ്ടീഷൻസ് നമുക്ക് 0 0 മാത്രം പോരല്ലോ, നമുക്ക് അടുത്ത കുറച്ച് കൂടെ ഇൻപുട്സ് വേണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഇനി സെയിം സാധനം കോപ്പിയാണ്, 0 0 ദെൻ 0 1 കൊടുക്കാം. എന്നിട്ട് ഞാനൊരു 100 നാനോ സെക്കൻഡ് ഡിലേ കൊടുക്കുവാണ്. അതായത് 100 എന്നാണ് നമ്മൾ കൊടുക്കുകയുള്ളൂ, #, ഒരു നമ്പർ അത്രേ കൊടുക്കത്തുള്ളൂ. അതിന് ഏത് ടൈം സ്കെയിലിലേക്ക് എടുക്കണം എന്നുള്ളതാണ് നമ്മൾ ഈ മെയിലിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഷുഡ് ബി 1 നാനോ സെക്കൻഡ്. എന്നിട്ട് അതിൻ്റെ പ്രിസിഷൻ ആണ് ആ ബാർ 1 പൈക്കോ സെക്കൻഡ് എന്നിട്ടിരിക്കുന്നത്. അതായത് അതിപ്പോൾ ഞാനിപ്പോൾ 1 നാനോ സെക്കൻഡ്, ഇപ്പോൾ ഞാൻ കൊടുക്കുന്ന 100.58 അങ്ങനെ ഒരു വാല്യൂ ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ പ്രിസിഷൻ അഡ്ജസ്റ്റ് ചെയ്ത് 58 എന്നുള്ള വാല്യൂ 100.6 എന്നുള്ള രീതിയിൽ അത് പ്രിസിഷൻ അഡ്ജസ്റ്റ് ചെയ്യും. അതാണ് ഈ പറയുന്നത് 1 പൈക്കോ സെക്കൻഡിലേക്കാണ് അതിൻ്റെ പ്രിസിഷൻ അഡ്ജസ്റ്റ് ചെയ്യുക. ഇനിയിപ്പം 0 1 0 0 0 1 നമുക്ക് 1 0 കൊടുക്കാം. 1 0 അടുത്തത് 1 1. ഇനി ഇത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പം ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ മാറ്റി ഇതൊന്ന് സിമുലേഷൻ ആക്കണം. ആദ്യമായിട്ട് നമുക്കിനിയിപ്പോൾ ഇതിന് റൺ ചെയ്യണം.
ഞാനിത് ഇവിടെ ഇത് കൊടുത്താൽ മതി. ഓക്കെ. ഇത് ഫുൾ സെൻസസിന് വേണ്ടിയിട്ടുള്ള റണ്ണാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് സ്റ്റോപ്പ് ചെയ്യട്ടെ. ഇതിലിപ്പോൾ ഈ വേവ് നിങ്ങൾ നോക്കിയാൽ മതി. ആദ്യത്തെ കണ്ടീഷൻ എയും ബിയും 0 ആണ്, ഔട്ട് 0 ആണ്. അടുത്ത കണ്ടീഷനിൽ എന്താ വന്നിരിക്കുന്നത്? 1 0 എന്നുള്ള കണ്ടീഷൻ വന്നു, അപ്പോഴേ ഔട്ട് 0 ആണ്. എഗൈൻ 1 0 എന്നുള്ള കണ്ടീഷൻ വന്നു, അപ്പോഴേ ഔട്ട് 0 ആണ്. വൺസ് 1 1 വന്നപ്പോൾ ഇത് കണ്ടില്ല, ഔട്ട് 1 വന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ബിഹേവിയർ. ഇങ്ങനെ ഒരു സിമുലേറ്ററി നമുക്ക് ഇങ്ങനെ ഒരു വേവ് ഫോം സെറ്റപ്പും കൂടെ നമുക്ക് കിട്ടും. അതിൽ നമുക്ക് ഡിഫറെൻറ്റ് ഇൻപുട്സ്, നമ്മൾ കൊടുത്ത ഡിഫറെൻറ്റ് ഇൻപുട്സ് മാറി മാറി വരുന്നുണ്ട്. ഇൻപുട്സ് നമുക്ക് ഇവിടെ ഈ വേവിൽ ഇവിടെ ഞാൻ പോയി ക്ലിക്ക് ചെയ്താൽ കണ്ടില്ലേ, ഇവിടെ നെയിം ഏത് ഇൻപുട്ട് ഔട്ട്പുട്ടാണ് ഞാൻ കൊടുത്തതെന്നും അവരുടെ വാല്യൂ ഇവിടെ ഡിസ്പ്ലേ ആവും. നെക്സ്റ്റ് കേസിൽ ഇനിയിപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കാണുകയും ചെയ്യാം. ഇത് കണ്ടില്ലേ, ഇതാണ് ഔട്ട്, ബി വരിക, ഇത് എ വരിക, ഇത് ഔട്ട് വരിക. ഇവിടെ നമ്മൾ 1 0, ഇവിടെ 0 ആയി. ഇവിടെ നോക്കിയാൽ 1 1 എന്നുള്ള കണ്ടീഷന് അത് 1 ആയി. അപ്പം ഇങ്ങനെയാണ് ഒരു, ഇനിയിപ്പോൾ ആ ബാക്കിലേക്ക് നമുക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ പ്രോഗ്രാം, നമ്മുടെ സാധനം കണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് ഇങ്ങനെ ഒരു സിമ്പിൾ ആൻഡ് ഗേറ്റിന്റെ പ്രോഗ്രാം ചെയ്യുന്നത് ഇങ്ങനെ. അപ്പോൾ നമ്മൾ മെയിനായിട്ടും ചെയ്യുന്നത്, മെയിൻലി നമ്മൾ ആദ്യം വന്ന് ഒരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്തു, ദെൻ അതിൻ്റെ ടെസ്റ്റ് ബെഞ്ച് ക്രിയേറ്റ് ചെയ്തു, അതിന് സിമുലേഷൻ കണ്ടു. അത്രേ ഉള്ളൂ ഒരു വെരിലോഗിന്റെ പ്രോഗ്രാമിൻ്റെ ഇതെന്ന് പറയുന്നത്.